വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞ വാഗമണില് വാഗമണില് നമ്മുടെ കുരിശുമലയിലെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു വഴിയാണ്. ലൈക്ക് ശരിക്കുള്ള കുരിശുമല അല്ല, എൻ്റെ അപ്പുറത്തെ മയിൽപ്പാറ എന്നൊക്കെ പറയും. നമ്മൾ ഏകദേശം ഇത്ര പേരുണ്ട്. ഒരു കുഞ്ഞ് ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സത്യത്തിൽ മുമ്പോട്ട് എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയില്ല. നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് നടക്കാൻ തുടങ്ങി. പക്ഷെ നടക്കും തോറും മലയുടെ ഭംഗി നല്ല കിട്ടിലായിട്ട് തെളിഞ്ഞു വരുമായിരുന്നു. ഗൈസ്, മുമ്പോട്ട് കയറുന്തോറും റിസ്ക് എലമെന്റ് നല്ല കൂടുതലെന്നാണ് കയറിയവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം എൻ്റെ മുമ്പിൽ വഴിയായിട്ടില്ല, അതെ കണ്ട മല മാത്രം. മലയുടെ ഇടയിൽ കൂടെ നമ്മൾ കല്ലി പിടിച്ച് വലിഞ്ഞ് കയറണം. അതെ. എനിവേസ്, നമുക്ക് മണ്ടയിൽ അതിൻ്റെ വ്യൂ ഭയങ്കര കിടിലെന്നാണ് പറയുന്നത്. നമുക്ക് കയറി നോക്കാം. ആദ്യം നടക്കാൻ ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മുമ്പോട്ട് കയറും തോറും ഇങ്ങനെ ഒരു മയിലിൻ്റെ പ്രതിമയും പിന്നെ നല്ല കോടയും എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ത്രില്ലായി. നടക്കാനുള്ള ആവേശമൊക്കെ ഭയങ്കരമായിട്ട് കൂടി. ഗൈസ്, ഇതാണ് നമ്മുടെ വാഗമണിൻ്റെ ഇപ്പോഴത്തെ ക്ലൈമറ്റ്. ഒച്ചവരെ കയറി നമ്മൾ പകുതി ആയതേ ഉള്ളൂ. അപ്പം തന്നെ അതാണ്ട് മലയുടെ വ്യൂ ആണ്, കണ്ടോ. ഈ കല്ലിൽ കയറി നിന്നാ നല്ല കിടിലൻ കൊക്ക കണ്ടോ. നല്ല താഴ്ചയുണ്ട്, പക്ഷേ കോട ഉള്ളതുകൊണ്ട് ഒന്നും അറിഞ്ഞുകൂടാ. ഗൈസ്, ഒരു വട്ടമെങ്കിലും ഈ മല കയറി വെക്കണം. കാരണം ഇതെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീല്, പ്രത്യേക എക്സ്പീരിയൻസ്. അയ്യോ അടിപൊളി. ഈ മല കയറിയില്ലായിരുന്നു നഷ്ടമല്ലായിരുന്നു. നഷ്ടമല്ലടാ പിന്നെ. സത്യം ഈ വ്യൂ ഒന്ന് നോക്ക്. ഇതൊക്കെയല്ലേ കാണാനുള്ളത്. സത്യം നോക്ക്, കണ്ടാ. മച്ചന്മാരെ അങ്ങനെ നടന്ന് നമ്മളങ്ങ് ടോപ്പിലെത്തിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റും നല്ല കോട ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫായിരുന്നു. അങ്ങനെ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു അമ്പലമൊക്കെ കാണാൻ സാധിക്കട്ടെ. അതിൽ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമായിരുന്നു. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ കോട തന്നെയാണ്. കാരണം അമ്മാതിരി കാറ്റും അമ്മാതിരി തണുപ്പുമാണ് ഇതിൻ്റെ മണ്ടയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത് നമുക്ക്. ഇത്രയല്ല കേട്ടോ, ഈ കുഞ്ഞു വഴി കൂടെ ജസ്റ്റ് നമ്മൾ കയറി അപ്പുറത്തോട്ടൊന്ന് പോയാൽ നമുക്ക് ഒരു വേറെ ലോകത്തെത്തിയ എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുന്ന പോലെയല്ല അപ്പുറത്തെ സൈഡെത്ത് നോക്കുമ്പോൾ ജസ്റ്റ് വലിയൊരു കൊക്ക. അതായത് നമ്മളിപ്പോൾ കോട ഉള്ളതുകൊണ്ട് വലുതായിട്ട് അറിയത്തില്ല, നല്ല കാറ്റും നല്ലൊരു ചാറ്റൽ മഴ പോലത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു അത്. മച്ചന്മാരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ മല വന്നു കണ്ടു, എക്സ്പീരിയൻസ് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തു. എൻ്റെ അമ്മ കിട്ടില്ല മല, ഒന്നും പറയാനില്ല. അയ്യോ, ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫിലത്തെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബെസ്റ്റ് മല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്ര രസമായിരുന്നു. നിങ്ങൾ വരിക, കാണുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ.